ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കറിയാണ്. അതിനായിട്ട് ഒരു മൺപാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടിയ ശേഷം ചെറിയ ജീരകം അതും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിയ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ച ശേഷം അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ് സബോള ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെണ്ടയ്ക്കയിലെ പശയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ്. മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതി മാത്രം മല്ലിപ്പൊടി എടുത്താൽ മതിയാകും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു പാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേകുന്നത് വരെ തിളപ്പിക്കാം. തിളച്ച ഉടനെ തന്നെ വെണ്ടയ്ക്ക വെന്തിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെണ്ടയ്ക്കയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.